കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയേ. ചേച്ചി എന്തായാലും മനു എടുത്ത് മനു എന്ന് പറയുന്ന നട്ടലില്ലാത്ത നാറ് ലീക്ക് എന്ന് ചിന്തിച്ചല്ലേ? എന്നാ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ പോയേക്കാം. പറയണ്ടായിരുന്നു. ബ്രാ കാട്ടുമോ? ചേച്ചിയോട് ചോദിച്ച ചോദ്യമാ. നട്ടലുള്ള ചോദിച്ച ചോദ്യ. നട്ടലുള്ള രേണുസുതി അത് കണ്ടു. ശരി, അടുത്ത ചോദ്യം. നന്നായിട്ടുണ്ട്. രേണു ചേച്ചിയുടെ നട്ടലിനെ നമുക്ക് മുന്നോട്ടുള്ള വീഡിയോയിൽ കാണാം. ഓക്കെ, ബാക്കി പറ. ചേച്ചി ലൈവ് പുറത്തുനിന്ന് ആഗ്രഹിച്ചല്ലേ? ചേട്ടാ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചേച്ചിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ചേട്ടൻ സാധിച്ചു തന്നിരിക്കും. തല കുറക്കുന്നതിന് പിന്നെ തുണി പൊക്കി കാണിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. എപ്പോഴാണ് ആരാണ്ടോ ഇവരോട് പാട്ട് കൊള്ളാമെന്ന് പറഞ്ഞു, അതിൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ബസ് ഈ കോഴോ നിന്റെ നെഞ്ചിനകത്ത് എന്ന് പറഞ്ഞു അങ്ങ് ഇവിടെ എന്ത് പരിപാടി ഉണ്ടല്ലോ ഇവനാലും പാക്കും. എന്റെ ശീലങ്ങളൊക്കെ തകിടം മറിഞ്ഞു. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവളെ ഇറങ്ങിയിരിക്കുക. മറ്റേ ഇതും കാണാതെ അച്ചാരമായിട്ട് ഞാൻ തരാം വേഷ ഞാൻ ചേച്ചിക്ക് തരാം. അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ. കിച്ചു ഒരു ഇനോഗ്രേഷൻ പോയപ്പോ കിച്ചുനോട് പല ചോദ്യങ്ങൾ ചോദിച്ചു. അമ്മയുടെ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് എന്താ ലൈവ് ലീക്ക് പൊന്നുകയോ എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് കിച്ചു മുണ്ടും പൊക്കി കണ്ടമ്പഴി കൂടുമായിരുന്നു. അങ്ങനെ ഇരിക്കെ കിച്ചുവിനോട് പല ആളുകളും ആവശ്യപ്പെട്ടു. എന്താവശ്യപ്പെട്ടു? മോനെ ആ ഋതപ്പിനെ ഒന്ന് രക്ഷിക്കുക, അവരുടെ കൈമാനെ ഒന്ന് രക്ഷിക്കുക, അവനൊരു നല്ല ജീവിതം കൊടുക്കുന്നൊക്കെ പറഞ്ഞ് കിച്ചുവിനോട് കുറെ പേര് പറഞ്ഞു. സ്വാഭാവികം. ഈ കമന്റ് നമ്മുടെ രേണു കണ്ടിരിക്കാൻ സുഹൃത്തുക്കളെ. മറ്റാരുടെയും വീഡിയോ കാണാത്ത രേണു കിച്ചുവിന്റെ കമന്റ് ബോക്സിലെ കമന്റുകൾ കണ്ടു. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. നമസ്കാരം, രേണുസുതിയാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു കമന്റിനെ പ്രതികരിക്കാൻ വന്നതാണ്. എന്റെ വീഡിയോക്കല്ല. രേണു മറ്റാൾക്കാരുടെ വീഡിയോ ഒക്കെ കാണാൻ തുടങ്ങി. മറ്റാൾക്കാരുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പ്രതികരിക്കാൻ തുടങ്ങി. കൊല്ലസുതിച്ചേട്ടന്റെ മൂത്ത മകന്റെ ഒരു വീഡിയോ. കൊല്ലസുതിച്ചേട്ടന്റെ മൂത്ത മകന്റെ വീഡിയോ നമ്മൾ അവനായിട്ടുള്ള ഫുൾ ബന്ധം വിച്ഛേദിച്ചല്ലോ. നമ്മൾ ആ ബന്ധം വിച്ഛേദിച്ചു. ഇന്നലത്തെ മഴയിൽ ഇടിയോടുകൂടി മഴയ്ക്ക് ലൈൻ കമ്പി പൊട്ടിപ്പോകുന്ന പോലെ ആ ബന്ധം നമ്മൾ വിച്ഛേദിച്ചു. ആവശ്യമില്ല, ദശമൂലം പോണം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? കൊല്ലസുതിച്ചേട്ടന്റെ മൂത്ത മകൻ ഇത്രയും നാള് എന്നെ അവൻ അമ്മയെന്ന് വിളിച്ചു. അപ്പൊ അവനോട് ആദ്യം ചോദിച്ചു, മോനെ ഈ അമ്മയെ നമുക്ക് എങ്ങനെ എടുത്താലോ? അപ്പൊ ആ കൊച്ചേക്കൻ പറഞ്ഞു ഈ അമ്മ മതി എന്ന് പറഞ്ഞു. അന്നാ കിച്ചു ഈ അമ്മ വേണ്ട, വേറെ നല്ല അമ്മയെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും നല്ല അമ്മയിരുന്നേനെ. 100% ഞാൻ യോജിക്കുന്നു. മോനെ അവളുടെ രേണുടെ ഇത്, അതായത് സുധിച്ചോന്റെ ഇളയ മകനെ നീ രക്ഷിച്ചെടുക്കടാ. ഞാൻ ചോദിച്ചോ, ഈ കമന്റ് ഇടുന്ന മിടുക്കികളും മിടുക്കന്മാരും എന്ത് ചെയ്യും? കുഞ്ഞിന് ബാഗ് ഇപ്പൊ സ്കൂൾ തുറക്കാം, ബാഗ് ഞാൻ തന്നെ വേണ്ട വെച്ചു കൊടുക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പിന്നെ അല്ലാതെ ബാഗ് നമ്മ മേടിച്ചാണോ? നിങ്ങൾ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. നിങ്ങൾക്ക് പല്ലിനകത്ത് സുന തിരികെ വെക്കാൻ പൈസ ഉണ്ടല്ലോ. എന്തിന്റെ പേര്? ഇംപ്ലാന്റ് ചെയ്യാൻ പൈസ ഉണ്ടല്ലോ. നിങ്ങൾക്ക് കാർ മേടിക്കാൻ പൈസ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾക്ക് കാരണം കുത്തിമറിയാൻ പൈസ ഉണ്ടല്ലോ. സ്വന്തം മോൻ ഒരു ബാഗ് മേടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് മറ്റൊരാളുടെ സേവനം വേണോ? എന്നാണുണ്ടോ നിങ്ങൾക്ക്? എനിക്കും തോന്നിയത്. പിന്നെ ഈ പറഞ്ഞോളമാർ ഒരു കമന്റ് ഇടാൻ പറ്റേ, മോനെ നിനക്ക് കിട്ടുന്ന പൈസ അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. പറയാം. എന്നാലും അങ്ങോട്ട് മേടിച്ച് വിഴുങ്ങണമെന്നുള്ളതല്ലാതെ 5 നയ പൈസ ഞാൻ ഒരുത്തന്നെ കൊടുക്കത്തില്ല. എന്ത് ചെയ്യാനാ തലേ? എനിക്ക് കാശ് വാങ്ങിച്ചേ ശീലമുള്ളൂ, കാശ് കൊടുത്ത് ശീലമില്ല. വീട്ടിൽ ഏതോ ഒരു വാടക വീട്ടിൽ താമസിച്ചപ്പോൾ അതിന്റെ വാടക കൊടുക്കാൻ ബാക്കിയുണ്ടെന്ന് അയാൾ കയറി ഇറങ്ങുന്നത് വാടക കൊടുത്താ ഇല്ലല്ല. മറ്റേ മലപ്പുറത്ത് നിന്ന് വന്നിട്ട് നിങ്ങളുടെ വീടിന്റെ ചോർത്തോ എന്തൊരു പേര് എരിച്ചിടിക്കുന്നത് മാറ്റി കൊടുത്താൽ പൈസ കൊടുത്തോ? നമുക്ക് കൊടുക്കാൻ അറിയത്തില്ല, നമുക്ക് മേടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അതൊന്നും പറയുന്നില്ലല്ലോ. ഞാനല്ല എന്റെ കുഞ്ഞിനെ നോക്കുന്നത്, ഞാൻ നോക്കിക്കോളാം കേട്ടോ. വൃത്തിയായിട്ട് നോക്കിക്കോളാം കേട്ടോ. വൃത്തി കാണാനും ഉണ്ട്. വൃത്തിയെ കുറിച്ചൊന്നും രേണു പറയല്ലേ രേണു. അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല രേണുവിന്റെ വൃത്തിയെ കുറിച്ചൊന്നും പറയുമ്പോ. സജി, ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.